ഹലോ എവ്രി വൺ. ഈ വട്ടം നാട്ടിൽ വന്നിട്ട് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇടുക്കി ജില്ലയിലുള്ള പാഞ്ചാലി മേട്ടിലേക്കാണ് നമ്മളെല്ലാവരും കൂടി പോയത്. തൃശ്ശൂരിൽ നിന്ന് ഞാനും ജിഷ്ണും എൻ്റെ ചേച്ചിയും ഫാമിലിയും ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് നിന്ന് എൻ്റെ 2 കസിൻസും കുട്ടികളും അവിടേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു റിസോർട്ടിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ എവിടെ പോയാലും മീൽസാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. ജിഷ്ണു എപ്പോഴും ബിരിയാണിയുടെ ആളാണ്. അപ്പോൾ ഞാനും ചേട്ടനും മീൽസും ഫിഷ് ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ പോണ വഴിക്ക് ഇതുപോലെ കുറേ പൈനാപ്പിൾ തോട്ടവും റബ്ബർ തോട്ടമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് ഈ ഇടയ്ക്ക് ഭയങ്കര വൈറലായൊരു വീടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലയിൽ കൂടെയാണ്. അപ്പോൾ വലിയ വലിയ റബ്ബറും കാടുകളും അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ വീടുകളും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഒരു കുഞ്ഞേ വഴിയും അന്ന് ഒരു ചെറിയൊരു പേടിണ്ടായിരുന്നു. ഇങ്ങനത്തെ തോട്ടങ്ങളിലും ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എസ്റ്റേറ്റുകളില് റബ്ബറിന്റെ. കാരണം നമ്മ ചൊക്കനായിൽ തന്നെ കുറെ റബ്ബർ എസ്റ്റേറ്റ് പകുതി മുക്കാല് ഹാരിസൺ മലയാളത്തിന്റെ അവിടെ ഫുള്ള് ആനകളും. അവിടെ നല്ല രസമാണ്. കൃഷിണ്ടടാ എവിടെ വേറെ കളർ ഫ്രണ്ടിൽ നോക്കിയ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് കണ്ടാ ശരിക്കും പച്ച കളറാണ്. പക്ഷെ ആ സൺലൈറ്റ് വീഴുമ്പോ കൈലാസത്തിലെ പോലെ ഇത് മറ്റേ തന്നെയാണ് രാത്രി സീനാണ്. ഒരു കോള് വരിക എനിക്ക് അനിമോളുടെ ചേച്ചി എവിടെയാ സൈഡിൽ നിന്ന് പല്ല് അനിമോള് എന്താ അങ്ങനെ ഒരു ചിരി? അനിമോള് ചിരിച്ചേ എന്തൊരു ചിരി? അങ്ങനെ വന്നപ്പോ എന്താ ചെയ്യാനപ്പോ ഇതെന്തോ സെറ്റപ്പ് കടച്ചു കൂട്ടി ഉള്ളില്. അപ്പൊ അതിന്റെ ഒരു വൈബ് ഇവിടെയൊക്കെ ആളുണ്ട് ട്ടാ. ഈ വീടൊക്കെ നോക്കി വെച്ചോ. ഓടി വരുമ്പോഴേ ഇവിടെ ആൾക്കാരുണ്ട്. അല്ല ഇവിടെ ആളുണ്ടെന്ന് പറയാ. അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുമ്പോ ഇവിടെ പോയിട്ട് ചോദിക്കും. ഇത് മറ്റേ ഇൻഗോസ്റ്റ് ഹൗസ് കേറുന്നോ? ഇത് കണ്ടിട്ടൊരു പഴയ സെറ്റപ്പ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ താമസക്കാര് നമ്മളവിടെ ഞാൻ ബിൽഡിംഗ് പഴയതാ. ഇവരെടുത്തിട്ട് ഇവരുടെ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കും നമ്മ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ പറ്റി ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. കാണുമ്പോൾ ഒരു ഹൊറർ ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടായിരുന്നു. കാടിൻ്റെ ഒത്ത നടുക്ക് നല്ലോണം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ പണ്ട് ചെറായിയിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു റിസോർട്ടിൽ പോയിട്ട് ചെറിയൊരു ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ അതുപോലെ തോന്നിയത്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നില്ല. കാടിൻ്റെ ഒത്ത നടുക്ക് നല്ല കോടയിലും തണവിലും വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ കസിൻസിൻ്റെ കൂടെയോ ഒക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ 5 റൂമാണ് ഇവർക്കുള്ളത്. നമുക്ക് 3 റൂമാണ് അവർ തുറന്ന് തന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ ഇങ്ങനെ സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ആ കാടിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എൽസിയോൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവരാണ് ഈ റിസോർട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത്. നമുക്കും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. ഫാമിലിയൊക്കെ ആയതുകൊണ്ട് സെപ്പറേറ്റ് റൂമിൽ നിൽക്കാണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ. അതുപോലെ അവരിവിടുത്തെ വാട്ടർ ബോഡീസൊക്കെ ഇതുപോലെ ഗ്രില്ലിട്ടിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് പോവുകയാണെങ്കിലും കുറച്ചും കൂടെ സേഫാണ്.
ആണോ? അത് കണ്ടിരുന്നു. അവിടെ കുറച്ച് മോഡേൺ ആയിട്ട് ബിൽഡിംഗ്, പക്ഷെ പഴയതാ. അവിടെ കറക്റ്റ് പ്രേതാലയന്മാരായിരുന്നു. അത് നമ്മൾ ലോകയൊക്കെ കണ്ടിരിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ഫുൾ ഒരു ഹൊറർ വൈബായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നലത്തെ പാട്ടാണ് മനസ്സിലുണ്ടായിരുന്നത്. അത് ഈ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു തോന്നലാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് അവർ വാങ്ങിച്ചതിന് ശേഷം നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. അവരുടെ സർവീസും അടിപൊളിയായിരുന്നു. ഇതുപോലെ എല്ലാ പാട്ടിൻ്റെയും ട്രെൻഡ് കഴിയുമ്പോഴാണ് നമുക്കൊന്ന് ഒന്നിച്ചു കൂടാൻ പറ്റുക. അപ്പോൾ ട്രെൻഡ് കഴിഞ്ഞതൊന്നും നോക്കില്ല, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് സാരിയൊക്കെ എടുത്ത് ഇതുപോലൊരു സ്ഥലത്തേക്ക് വന്നതെന്ന്. രാവിലെ തന്നെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സാരി എടുത്തതാണ്. അപ്പോൾ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് അൽസിയോൺ റിസോർട്ടിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ അടുത്ത് പറയണം നമുക്ക് സെപ്പറേറ്റ് റൂംസ് അല്ല വേണ്ട, ഒരു വീടായിട്ടാണ് വേണ്ടതെന്ന്. എന്നാലാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതുപോലത്തെ കുറേ ആൻറ്റിക് പീസസ് അവിടെ ഉണ്ട്. അവരത് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമുക്ക് പോയിട്ട് ഇഷ്ടമായതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഹലോ ചേച്ചി, ചേച്ചിയുടെ പേരെന്തായിരുന്നു? സ്വപ്ന. കിച്ചൺ അല്ലേ? മെയിൻ കിച്ചൺ മോളിൽ. ഓക്കെ ഓക്കെ. നമ്മളാണോ അവിടുത്തെ ഫസ്റ്റത്തെ താമസക്കാർ? ചേച്ചി ഇവിടെ ഉണ്ടാവോ രാത്രിയൊക്കെ ഫുള്ള്? ചേട്ടനോ? ഉണ്ടാവും. ഓക്കെ, നടന്നോ, മേലേക്ക് നടന്നോ. ചേച്ചിയുടെ മോൻ എവിടെയാ? ചേച്ചിയുടെ മോൻ എവിടെയാ? തന്നെ ഇറങ്ങി വന്നു, തന്നെ ഇറങ്ങി വന്നു. താഴെയുണ്ട്. താഴത്തെ നിലയിൽ ഒരു റൂമും മേലത്തെ നിലയിൽ 3 റൂമും ഒരു ഡോർമെട്രിയാണ് ഉള്ളത്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ബാൽക്കണിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് ബാൽക്കണികളെല്ലാം തുറക്കുന്നത്. ഇതുപോലത്തെ നല്ല നല്ല സീനറികൾ ആസ്വദിക്കാൻ പറ്റുന്ന ബാൽക്കണികൾ എല്ലാ റൂമിലും ഉണ്ട്. ഇച്ചവിടെ നോക്കാട്ടെ നമുക്ക്. ഈ സെയിം റൂമിൻ്റെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണിയാണിത്. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് കോർട്ട്യാർഡ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അവിടേക്ക് കയറാൻ പറ്റുമോ? ഇവിടെ ഉണ്ടാ? ആണോ? ബെഡ്റൂംസ് ഒക്കെ നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു വലിയ ബാൽക്കണി ഉണ്ട്, നല്ലോണം സ്പേഷ്യസ് ആണ്. ഓ വാവ്, നോക്ക് ജാനു, എന്ത് രസാണ്. കുട്ടിക്കാലല്ലടാ, കുട്ടിക്കാനം. ഇപ്പോൾ തന്നെ കാണിച്ച ബാൽക്കണി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് രാത്രി വൈബ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഏറ്റവും മേലെ ടെറസിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി നമുക്ക് പറ്റിയ പെർഫെക്റ്റ് പ്ലേസ് ടെറസാണെന്ന്. അത്ര അടിപൊളിയായിട്ട് അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെറസിലാണെങ്കിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ അത് മതിയല്ലോ. പിന്നെ ഇതുപോലൊരു ഡൈനിങ് സ്പേസ്, കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും നല്ലതാണ്. അതുപോലെ തന്നെ താഴെ ആ ഓടിട്ട ചെറിയ സ്പേസും അടിപൊളിയാണ്. ഇനി കാണാൻ പോണത് എനിക്ക് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു, ഇവിടുത്തെ ബാത്റൂം. എന്താ അവിടെ? ഓ വാവ്, ഇനി എന്താ ഇവിടെ? ഓ വാവ്, നൈസ്. ഇനി കുറച്ച് കാടിൻ്റെ സംഗീതമായാലോ? എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാഞ്ചാലിമേടുള്ള റിസോർട്ടിന്റെ പേര് പറയും. ഇന്റർവ്യൂ കൊടുക്കണം. അതിനെ കളിപ്പിലാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറായിട്ടില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കോട? ഇവര് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാ ഗൈസ്. ഇവര് തമ്മിൽ യാതൊരു പരിചയമില്ല. നീ 2 കാലില്ലേ നിന്റെ അടുത്ത്?
നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഒപ്പം എടുത്തോളൂ. 2 കാലും കാണിച്ചിട്ട് ഞാൻ നിന്നെ എൻ്റെ കൂടെ നോക്കട്ടെ. ഘോരവനത്തിൻ്റെ ഉള്ളിലാട്ടെ ഈ റിസോർട്ട്. അമ്പൂവടയക്ഷി. ഊഞ്ഞാൽ കിട്ടിയതോടുകൂടി കുട്ടികളൊക്കെ ഫുൾ പവറായി. അതുമ്മ തന്നെയായിരുന്നു. പിന്നെ മേലെ ടെറസിലാണെങ്കിലും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കിച്ചനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനോ അത് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ പോകുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നാമെന്നാണ്. അപ്പോൾ പീരുമേടിൻ്റെ ഭംഗി കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.